തിരിച്ചിട്ട ദോശ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് മറിച്ചിട്ട് പൊള്ളിച്ചെടുക്കണം. ഇതുപോലെ മസാല കോരി വെച്ച് ഒന്ന് മടക്കിയെടുത്ത്, മസാല കോരി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ പാകം മടക്കി ഇങ്ങനെ മസാലയുടെ പുറത്തോട്ട് വയ്ക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ മസാല കോരി വയ്ക്കാൻ. ഒന്നും കൂടെ വേണമെങ്കിൽ മടക്കാം, അല്ല അതിനു മുമ്പേ ഈ സൈഡ് മടക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് മടക്കി എടുക്കുന്ന സമയത്ത്. നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ, അല്ലാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ തിരിച്ച് മറിച്ച് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റി ആയ ഗോതമ്പ് മടക്ക് ദോശയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. താങ്ക് യു.